ഹരിയാനയിൽ ഭരണം നിലനിർത്താനായതിന്റെ ആശ്വാസത്തിലാണ് ബി.ജെ.പി. എന്നാൽ ജമ്മു കാശ്മീരിൽ വലിയ തിരിച്ചടി നേരിട്ടു. മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ ബി.ജെ.പി. വിയർക്കും. അടുത്ത മാസമാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് എൻ.ഡി.എ ഘടകകക്ഷികളിൽ നിന്ന് ഇന്ത്യ മുന്നണിയിലേക്ക് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ മുതിർന്ന ബി.ജെ.പി. നേതാവും മുൻ മന്ത്രിയുമായ ഹർഷവർദ്ധൻ പാട്ടീലാണ് ശരത് പവാർ നേതൃത്വം നൽകുന്ന എൻ.സി.പിയിൽ ചേർന്നത്. ബാരാമതി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഇന്ദാപൂരിൽ എൻ.ഡി.എക്കെതിരെ ഹർഷവർദ്ധൻ സ്ഥാനാർത്ഥിയാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ.ഡി.എ ഘടകകക്ഷികളിൽ നിന്ന് നിരവധി നേതാക്കൾ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറി. കോലാപൂരിൽ നിന്നുള്ള മുതിർന്ന ബി.ജെ.പി. നേതാവും ഛത്രപതി ശിവജിയുടെ പിന്മുറക്കാരിൽ ഒരാളുമായ സമർജിത് സിംഗ് ടാങ്ഡെ കഴിഞ്ഞ മാസം പവാറിന്റെ പാർട്ടിയിൽ ചേർന്നിരുന്നു. മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിൽ മുൻ ചെയർമാനായ രാംരാജെ നിംബാൽക്കർ അടക്കം എൻ.സി.പി. അജിത് പക്ഷത്തെ 3 മുതിർന്ന നേതാക്കൾ ശരത് പവാറിന്റെ പാർട്ടിയിൽ ഉടൻ ചേർന്നേക്കും. മാഡ എം.എൽ.എ ബബൻ നായിക്, ദൌഡ് മുൻ എം.എൽ.എ രമേശ് തോറാട്ട് എന്നിവരാണ് മറ്റ് നേതാക്കൾ. എൻ.സി.പിയുടെ ശക്തി കേന്ദ്രമായ പശ്ചിമ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാക്കളാണ് 5 പേരും. ശിവസേന ഷിൻഡെ വിഭാഗം നേതാവും കല്യാൺ ഡോംബിവിലി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാനുമായ യുവജന വിഭാഗം നേതാവ് ദീപേഷ് മാത്രെ ഉദ്ധവ് വിഭാഗത്തിൽ ചേർന്നു. ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി അശോക് ചവാന്റെ ഭാര്യ സഹോദരൻ ഭാസ്കർ റാവു ഖഡ്ഗാവൻകറും മരുമകൾ മീനയും കഴിഞ്ഞ മാസം ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ തിരിച്ചെത്തിയിരുന്നു. മുൻ എം.എൽ.എയും ഗോണ്ടിയയിലെ ബി.ജെ.പി. നേതാവുമായ ഗോപാൽദാസ് അഗർവാളും മുംബൈ മുൻ പോലീസ് കമ്മീഷണർ സഞ്ജയ് പാണ്ഡെയും കോൺഗ്രസിൽ ചേർന്നിരുന്നു. ശിവസേന ഷിൻഡെ വിഭാഗം നേതാവും കല്യാൺ ഡോംബിവിലി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാനുമായ യുവജന വിഭാഗം നേതാവ് ദീപേഷ് മാത്രയും 4 മുൻ കോർപ്പറേറ്റർമാരും ഉദ്ധവ് വിഭാഗം ശിവസേനയിൽ ചേർന്നു. ഷിൻഡെ പക്ഷത്തിന് കനത്ത തിരിച്ചടിയാണിത്. ഡോംബിവിലിയിൽ ബി.ജെ.പി. നേതാവും മന്ത്രിയുമായ രവീന്ദ്ര ചവാനെതിരെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായേക്കും. മുഖ്യമന്ത്രിയുടെ മകനും കല്യാൺ എം.പിയുമായ ശ്രീകാന്ത് ഷിൻഡെയുമായി അടുപ്പമുള്ള നേതാവാണ് ദീപേഷ് മാത്രെ. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവാനെതിരെ മത്സരിച്ചു പരാജയപ്പെട്ടിരുന്നു. 3 തവണ കോർപ്പറേറ്റർ ആയിരുന്ന ദീപേഷ് കല്യാൺ ഡോംബിവിലി കോർപ്പറേഷൻ മുൻ മേയർ പുട്ടലിക് മാത്രയുടെ മകനാണ്. ബി.ജെ.പിയുടെ ആത്മവിശ്വാസമില്ലായ്മയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തീയതി നീട്ടാൻ കാരണമെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പിയും എൻ.ഡി.എ സഖ്യവും മഹാരാഷ്ട്രയിൽ ഏറെ വിയർക്കേണ്ടി വരും.